കാബീൽ കടുത്ത കോപത്തിലും അസൂയയിലും നേറിപ്പുകഞ്ഞു. അവൻ അലറി, നിന്റെ ബലി അള്ളാഹു സ്വീകരിച്ചല്ലേ, എന്നാൽ നിന്നെ ഞാൻ കൊന്നുകളയും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, മനുഷ്യ ചരിത്രത്തിന്റെ തുടക്കം മുതൽ ഇന്നുവരെ ഭൂമിയിൽ എത്രയെത്ര കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നു. എന്നാൽ ഈ ഭൂമിയിൽ ആദ്യമായി നടന്ന ആ കൊലപാതകത്തിന്റെ കഥ നിങ്ങൾക്കറിയാമോ? സ്വന്തം സഹോദരന്റെ രക്തം വീറ്റിക്കൊണ്ട് മനുഷ്യൻ ആദ്യമായി പാപത്തിന്റെ വഴി തിരഞ്ഞെടുത്ത ആ സംഭവം, അതാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത്. ലോകത്തിലെ ആദ്യ ഘാതകൻ. ആദം നബി അലൈഹിസ്സലാമിനും ഹവ്വ ബിബി റളിയല്ലാഹു അൻഹുമായി 20 പ്രസവങ്ങളിലായി 40 മക്കളുണ്ടാവുകയുണ്ടായി. ഓരോ പ്രസവത്തിലും ഒരു ആണും ഒരു പെണ്ണും വീതം ഇരട്ടക്കുട്ടികളാണ് ജനിച്ചിരുന്നത്. അക്കാലത്ത് മനുഷ്യവംശം വളരുന്നതിനായി ഒരു പ്രത്യേക നിയമമുണ്ടായിരുന്നു. ആദ്യ പ്രസവത്തിലുണ്ടായ മകന് രണ്ടാം പ്രസവത്തിലുണ്ടായ മകളെയും ആദ്യത്തെ മകൾക്ക് രണ്ടാമത്തെ മകനെയും വിവാഹം ചെയ്തു കൊടുക്കുക എന്നതായിരുന്നു ആ നിയമം. അങ്ങനെയിരിക്കെ ആദം നബി അലൈഹിസ്സലാമിന്റെ പുത്രന്മാരായ ഹാബീലും കാബീലും വിവാഹപ്രായമെത്തി. നിയമപ്രകാരം ഹാബീലിന്റെ കൂടെ ജനിച്ച സഹോദരിയെ കാബീലും കാബീലിന്റെ കൂടെ ജനിച്ച സഹോദരിയെ ഹാബീലുമായിരുന്നു വിവാഹം കഴിക്കേണ്ടിയിരുന്നത്. എന്നാൽ ഇവിടെ ഒരു പ്രശ്നമുണ്ടായി. കാബീലിന്റെ കൂടെ ജനിച്ച സഹോദരിക്ക് അല്പം സൗന്ദര്യം കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ നിയമം ലംഘിച്ച് തന്റെ കൂടെ ജനിച്ച സുന്ദരിയായ സഹോദരിയെ തന്നെ വിവാഹം കഴിക്കണമെന്ന് കാബീൽ വാശി പിടിച്ചു. പിതാവായ ആദം നബി അലൈഹിസ്സലാമിന്റെ നിർദ്ദേശം അവൻ തള്ളിക്കളഞ്ഞു. തർക്കം പരിഹരിക്കാനായി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം 2 മക്കളോടും അള്ളാഹുവിൻ്റെ പ്രീതിക്കായി ഓരോ കുർബാൻ സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയാണ്. ആകാശത്തു നിന്നൊരു അഗ്നി വന്ന് ആരുടെ ബലിയാണോ സ്വീകരിക്കുന്നത് അവരുടെ വാദമാണ് ശരിയെന്ന് ഉറപ്പിക്കാമെന്നായിരുന്നു വ്യവസ്ഥ. കൃഷിക്കാരനായ കാബീൽ തൻ്റെ വിളവുകളിൽ നിന്ന് വളരെ മോശമായ അല്പം ധാന്യങ്ങൾ ബലിക്കായി മാറ്റിവെച്ചു. എന്നാൽ ആടുകളെ മേയ്ക്കുന്ന ഹാബീലാകട്ടെ തൻ്റെ കൂട്ടത്തിലെ ഏറ്റവും നല്ലൊരു ആട്ടിൻകുട്ടിയെ പൂർണ്ണ മനസ്സോടെ അള്ളാഹുവിനായി സമർപ്പിച്ചു. പെട്ടെന്നാണ് ആ അത്ഭുതം സംഭവിച്ചത്. ആകാശത്തു നിന്ന് ഇറങ്ങി വന്ന ഒരു അഗ്നിഗോളം ഹാബീൽ സമർപ്പിച്ച ആട്ടിൻകുട്ടിയെ വിഴുങ്ങുന്നു. അതെ, ഹാബീലിന്റെ ഖുർബാൻ അള്ളാഹു സ്വീകരിച്ചു. തൻ്റെ ബലി തള്ളപ്പെട്ടതോടെ കാബീൽ കടുത്ത കോപത്തിലും അസൂയയിലും നേറിപ്പുകഞ്ഞു. അവൻ അലറി, നിന്റെ ബലി അള്ളാഹു സ്വീകരിച്ചല്ലേ, എന്നാൽ നിന്നെ ഞാൻ കൊന്നുകളയും. ശാന്തനായ ഹാബീൽ അവന് മറുപടി നൽകി, അള്ളാഹു തഖ്വയുള്ളവരിൽ നിന്ന് അഥവാ സൂക്ഷ്മതയുള്ളവരിൽ നിന്ന് മാത്രമേ ഇത്തരം പ്രവൃത്തികൾ സ്വീകരിക്കുകയുള്ളൂ. നീ എന്നെ കൊല്ലാൻ കയ്യോങ്ങിയാൽ പോലും ഞാൻ നിനക്കെതിരെ കയ്യോങ്ങുകയില്ല. പക്ഷെ അസൂയ മൂത്ത കാബീൽ പിന്മാറിയില്ല. ഒരു ദിവസം ഹാബീൽ കാട്ടിൽ ആടുകളെ മേക്കാൻ പോയി. തിരിച്ചു വരാൻ വൈകിയപ്പോൾ അന്വേഷിച്ചിറങ്ങിയ കാബീൽ അവനെ കണ്ടെത്തുകയാണ്. കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ടടിച്ച് കാബീൽ തൻ്റെ സ്വന്തം സഹോദരനായ ഹാബീലിൻ്റെ ജീവനെടുക്കുകയാണ്. ഭൂമിയിലെ ആദ്യത്തെ കൊലപാതകം അവിടെ നടന്നു കഴിഞ്ഞു. സഹോദരൻ മരിച്ചു വീണപ്പോൾ മാത്രമാണ് കാബീലിന് തൻ്റെ ഭീകരമായ തെറ്റിൻ്റെ ആഴം മനസ്സിലായത്. അതുവരെ മരണമെന്തെന്ന് കണ്ടിട്ടില്ലാത്തതിനാൽ ആ മൃതദേഹം എന്തു ചെയ്യണമെന്ന് അവൻ അറിയില്ലായിരുന്നു. മൃതദേഹവും ചുമലിലേറ്റി അവൻ അലഞ്ഞു തിരിഞ്ഞു. ഒടുവിൽ അള്ളാഹു അവന് വഴി കാണിച്ചു കൊടുത്തു. കാബീലിൻ്റെ മുന്നിലേക്ക് 2 കാക്കകൾ പറന്നിറങ്ങി. അവ തമ്മിൽ അടിപിടി ഉണ്ടാക്കുകയും ഒരു കാക്ക മറ്റേതിനെ കൊന്നുകളയുകയും ചെയ്തു. തുടർന്ന് ജീവനുള്ള കാക്ക മണ്ണിൽ ഒരു കുഴിയുണ്ടാക്കി ചത്ത കാക്കയെ അതിലിട്ടു മൂടി. ഇത് കണ്ട കാബീൽ കണ്ണീരോടെ വിലപിച്ചു, ആ കഷ്ടം, ഈ ചെറിയ കാക്കക്കുണ്ടായ അറിവ് പോലും എനിക്കില്ലാതെ പോയല്ലോ. അങ്ങനെ അവൻ മണ്ണിൽ കുഴിയുണ്ടാക്കി തൻ്റെ സഹോദരൻ്റെ ശരീരം മറവ് ചെയ്യുകയാണ്. അതേ കൂട്ടുകാരെ, കാബീൽ അസൂയക്ക് കാരണമായി ചെയ്ത് ആ ക്രൂരത ചരിത്രത്തിലെ ഏറ്റവും വലിയ പാപമായി ഇന്നും അവശേഷിക്കുന്നു. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസുണ്ട്, അക്രമമായി ഭൂമിയിൽ ആര് കൊലപാതകം നടത്തിയാലും അതിൻ്റെ പാപത്തിൻ്റെ ഒരു വിഹിതം ആദം നബി അലൈഹി സ്വലാമിൻ്റെ ആദ്യ പുത്രനായ കാബീലിന് ലഭിക്കും. കാരണം അവനാണല്ലോ ഈ ലോകത്താദ്യമായി കൊലപാതകം നടത്തിയത്. നമ്മുടെ ഹൃദയങ്ങളിൽ അസൂയയും ദേഷ്യവും വളരുമ്പോൾ ഈ കഥ നമുക്ക് വലിയൊരു പാഠമാണ്. ഈ ചരിത്രം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ നല്ല കഥകൾക്കായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.